ഇപ്പോൾ നാട്ടിലെമ്പാടും ചർച്ച സ്കൂൾ കുട്ടികളുടെ അക്രമ സ്വഭാവത്തെ പറ്റിയാണല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ ദൗർഭാഗ്യകരമായ ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടായി. കുട്ടികൾ സംഘം ചേർന്ന് ആക്രമിക്കുന്നു, ചിലർ മരിക്കുന്നു. അപ്പോൾ അതിനെ തുടർന്ന് എന്താണ് നമ്മുടെ കുട്ടികൾക്ക്, ഇപ്പോൾ ജെൻസി എന്നാണല്ലോ ആ ഒരു ജനറേഷനെ പൊതുവിൽ വിളിക്കുന്നത്, അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന മട്ടിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും പല കാരണങ്ങൾ പറയുന്നുണ്ട്. കുട്ടികളെല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്, മദ്യം ഉപയോഗിക്കുകയാണ്, ഏത് സമയത്തും ഫോണിലാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള. അപ്പോൾ ചിലർ പറയും ഇത് അധ്യാപകർക്ക് തല്ലാനുള്ള അധികാരമൊക്കെ കൊടുത്താൽ ഇതെല്ലാം ശരിയാവും, ഇങ്ങനെ പറയുന്നു. ചിലരതിനെ വ്യക്തിപരമായി ഇയാളെ വളരെ ക്രൂരനായിട്ടുള്ള പയ്യനാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനെ പറയുന്നു. ചിലരതിനെ കക്ഷി രാഷ്ട്രീയപരമായി പറയുന്നു, ജാതി മതം ഇങ്ങനെയൊക്കെ. ഇതൊന്നും ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പരിഹരിക്കേണ്ടുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ്. സ്വാഭാവികമായും ഇത് വ്യക്തികളുടെ നന്മ തിന്മകൾക്കപ്പുറത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിൻ്റെ സാമൂഹ്യമായ വേരുകളാണ് നാം അന്വേഷിക്കേണ്ടത്. അവിടെയാണ് പരിഹാരങ്ങളും ഉണ്ടാവുക. മറ്റേ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നോക്കൂ, എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ അക്രമവാസനകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്രയും ഫ്രസ്ട്രേറ്റഡായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം എല്ലാ കുട്ടികളും അങ്ങനെയാണ് എന്നാണോ? അല്ല, നമ്മൾ ജനറലി അങ്ങോട്ട് പറയുകയാണ്. അങ്ങനെയാണോ? അല്ല. കേരളം മയക്കുമരുന്നിൻ്റെ ഹബ്ബാണോ? അതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഡാറ്റകൾ നമ്മുടെ കയ്യിലുണ്ടോ? അതൊന്നുമില്ല. എല്ലാ കുട്ടികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. 5 പേരെ കൊന്ന പയ്യൻ്റെ ഒരു കാര്യം നോക്കൂ. ആ സംഭവം വന്ന ഉടനെ മാധ്യമങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പൊലിപ്പിച്ചു, മയക്കുമരുന്നിന് അടിമയാണ്. പിന്നീടാണ് അയാൾ തന്നെ വെളിപ്പെടുത്തി അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, മദ്യം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല. അപ്പം ഇങ്ങനെ കാര്യങ്ങളെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടമാകുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു സാധ്യതയാണ്. ഒന്ന്, നാം കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സമൂഹം എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ആ സമൂഹത്തിലെ വ്യക്തിയാണോ അതോ വ്യക്തികൾക്കിടയിലെ സാമൂഹ്യ ബന്ധങ്ങളാണോ? തീർച്ചയായിട്ടും വ്യക്തിയില്ലാത്ത സമൂഹമില്ല. വ്യക്തിയാണ് അതിൻ്റെ ഒരു ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് വ്യക്തിയില്ലാത്ത സമൂഹമില്ല. പക്ഷെ വ്യക്തി ഉള്ളത് കൊണ്ട് സമൂഹം ഉണ്ടാകില്ല. പിന്നെയോ, വ്യക്തികൾക്കിടയിൽ ഒരു സാമൂഹ്യ ബന്ധമുണ്ടാകണം. നിങ്ങൾ ഈ സമൂഹം എന്നിടത്ത് സ്കൂള് എന്ന് വെക്കാം, കുടുംബം എന്ന് വെക്കാം, സംഘടന എന്ന് വെക്കാം, നാം പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ഓഫീസ് എന്ന് വെക്കാം, പണിസ്ഥലം എന്ന് വെക്കാം, എവിടെയും വെക്കാം. ഒരു കുടുംബം എങ്ങനെയാണ് ഉണ്ടാവുക? കുടുംബത്തിലെ 4 പേരുണ്ടായത് കൊണ്ട് കുടുംബം ഉണ്ടാവില്ല. പിന്നെയോ, ആ 4 പേർക്കിടയിൽ സവിശേഷമായ ഒരു കുടുംബ ബന്ധം ഉണ്ടാകുമ്പോഴാണ് കുടുംബം ഉണ്ടാവുക, അല്ലേ? അങ്ങനെയാണ് സംഘടന ഉണ്ടാവുക. എല്ലാം അങ്ങനെയാണ്. എന്താണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത? വ്യക്തികൾക്കിടയിലെ സാമൂഹ്യ ബന്ധങ്ങളെ, ഉള്ളിലെ കുടുംബ ബന്ധങ്ങളെ, സംഘടനയ്ക്കുള്ളിലെ സംഘടനാ ബന്ധങ്ങളെ അദൃശ്യമാക്കുന്ന അഥവാ നിർവീര്യമാക്കുന്ന എന്തോ ചില എലമെന്റുകൾ പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായും ഇതിനിടയിലെല്ലാം ഒറ്റപ്പെട്ട വ്യക്തികളായി നാം മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിലേക്ക് നോക്കൂ, അവിടെ 4 പേരുണ്ട്, പക്ഷേ 4 പേരും ഒറ്റയ്ക്കാണല്ലോ, അല്ലെ? എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, അമ്മമാർ, അച്ഛന്മാർ, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. ഒറ്റയ്ക്കായ മനുഷ്യരുടെ ഒരു സഹവാസ കേന്ദ്രമായി കുടുംബം മാറി. ഞാൻ കുടുംബത്തിനെ ഒന്നും വളരെ ഐഡിയലാണ് എന്ന് പറയല്ല കേട്ടോ, നിലവിലുള്ളൊരു സാഹചര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് സമസ്ത മേഖലകളിലും വരുമ്പോഴോ, ഈ പുതിയ തലമുറയിലെ കുട്ടികൾ എല്ലാവരും പറയാറുള്ളത് പോലെ അവർ ഈ സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ജനിച്ചു വീണവരാണ്, അതിലേക്ക് ജനിച്ചു വീണവരാണ്. അവരുടെ രക്ഷിതാക്കളോ അവരുടെ ടീച്ചർമാരോ സ്വാഭാവികമായും ഈ ഡിജിറ്റൽ ലോകത്തേക്ക് കുടിയേറി വന്നവരാണ്. അവർ മൈഗ്രൻസ് ആണ്. പക്ഷേ ഈ കുട്ടികൾ നേറ്റീവാണ്. കുടിയേറി വന്നവരും തദ്ദേശീയരും തമ്മിൽ ലോകത്തെമ്പാടുമുള്ള സംഘർഷങ്ങളുണ്ട്. വന്നവരായിട്ടാണ് കാണുക. ഈ തലമുറ അവരുടെ മാതാപിതാക്കളെ, അവരുടെ ടീച്ചർമാരെ എങ്ങനെയാണ് കാണുന്നത്? ഏറ്റവും ചുരുങ്ങിയത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അറിവിൻ്റെ കാര്യത്തിലെങ്കിലും ഞങ്ങൾ തദ്ദേശീയരും നിങ്ങൾ വന്നവരുമാണ് എന്ന മട്ടിലാണ്. ആ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താ? തീർച്ചയായിട്ടും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്
നന്മയുടെ പഴങ്ങൾ മാത്രം പറിച്ചെടുക്കാവുന്ന ഒരു മരമോ തിന്മയുടെ പഴങ്ങൾ മാത്രം പറിച്ചെടുക്കാവുന്ന ഒരു മരമോ ഉണ്ടാകില്ല. സ്വാഭാവികമായിട്ടും ഇത് കലർന്നു കിടക്കുന്നതായിരിക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യാ വികാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാതെ സാങ്കേതിക വിദ്യാ വികാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയുടേത്. കേരളത്തിൻ്റേത് മാത്രമല്ല, ഇന്ത്യയുടേത് അതാണ്. അതുകൊണ്ടോ ഈ ഡിജിറ്റൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ട്, നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം. പക്ഷേ എന്തിനാണ് ഡിജിറ്റൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നതിനെ പറ്റി ബോധ്യമില്ല. സ്വാഭാവികമായും തെറ്റായ തരത്തിൽ അത് ഉപയോഗപ്പെട്ടേക്കാം. അതിൻ്റെ പല കാര്യങ്ങളില്ലേ. ഈ ഒറ്റയ്ക്കായ ഈ കുട്ടി സ്വാഭാവികമായിട്ടും പലതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിയും. അതിൽ ചിലർ മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കുന്നുണ്ടാവും. വലിയൊരു ശതമാനം കുട്ടികൾ ഡിജിറ്റൽ ലോകത്ത് തളച്ചിടപ്പെടുകയാണ്, അവരതിൻ്റെ അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, സോഷ്യൽ മീഡിയയിലും പൊതുവിൽ ഈ ഡിജിറ്റൽ വേൾഡിലും ഒക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതിൽ പ്രായമൊന്നുമില്ല കേട്ടോ, അത് ജെൻസി ഒന്നുമല്ല, എല്ലാവരും നമുക്കൊക്കെയും ബാധകമായിട്ടുള്ള കാര്യമാണ്. അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇൻസ്റ്റ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ഏതോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, കൂടുതൽ സമയം അതിൽ ചെലവഴിക്കുന്നു എന്നിരിക്കട്ടെ, അവർ മനസ്സ് തുറന്ന് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ നോക്കൂ, ഇതിനൊന്നും നമ്മൾ പൈസ കൊടുക്കുന്നില്ല. നിങ്ങൾ ഇൻസ്റ്റ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാൻ നമ്മൾ പൈസ കൊടുക്കുന്നില്ല. നെറ്റിന് പൈസ കൊടുക്കുന്നുണ്ട്, അതല്ലാതെ അവർക്ക് പൈസ കൊടുക്കുന്നില്ല. പക്ഷെ അവർ നിലനിൽക്കുന്നു, അവർ പണം ഉണ്ടാക്കുന്നു. അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സൂത്രം? ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ കാര്യം ഇപ്പോൾ ഇതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ലോകത്താകെ വളരെ പ്രസിദ്ധമായി തീർന്ന ഒരു വാചകമുണ്ട്, അത് ഞാൻ പറയാം. ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ കമ്മോഡിറ്റി then you are the commodity എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങളൊരു ചരക്കിന് പണം കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. ഒരു സാധനവും നിങ്ങൾക്ക് പണം കൊടുക്കാതെ കിട്ടില്ല, ഒരു കമ്മോഡിറ്റിയും പണം കൊടുക്കാതെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സേവനത്തിന് അഥവാ ചരക്കിന് പണം കൊടുക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളാണ് ചരക്ക് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ എന്നെയും നിങ്ങളെയും വെറും കമ്മോഡിറ്റിയായി, ചരക്കായി പരിവർത്തനം ചെയ്തു. മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താണ്? മനുഷ്യൻ സ്വയം ഒരു കമ്മോഡിറ്റി അല്ല, വലിയ സാധ്യതകളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ആ ജീവി ഒരു കമ്മോഡിറ്റിയായി മാറിയാലോ അതിൻ്റെ വൈരുദ്ധ്യം ചെറുതല്ല. എ ജി ശങ്കരപിള്ളയുടെ മറ്റൊരു പഴയ കവിതയുണ്ട്, കഴുതകളായി നടക്കേണ്ടി വരുന്ന കുതിരകളെന്നോ ആ മട്ടിൽ എന്തോ ആണ് അതിൻ്റെ ഒരു പേര് എന്നാണ് ഞാൻ ഓർക്കുന്നത്, പണ്ട് വായിച്ചതാണ്. എന്ന മട്ടിലാണ് അതിൻ്റെ മറ്റൊരു വേർഷൻ പറഞ്ഞാൽ ചരക്കായി നടക്കേണ്ടി വരുന്ന സർഗാത്മക ജീവി. അതാണ് ഇപ്പോഴത്തെ കാലത്തെ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഒരു 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 ഫ്രസ്ട്രേഷൻ നോക്കൂ നിങ്ങൾ, എത്ര ഭീകരമായിരിക്കും. ആ ഫ്രസ്ട്രേഷൻ കൂടിയാണ് ഈ കുട്ടികൾ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വെളിവ്, ബോധം അവരെ കൈകാര്യം ചെയ്യുന്ന സമൂഹത്തിനുണ്ടാവണ്ടേ, അവരുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണ്ടേ, അവരുടെ ടീച്ചർമാർക്ക് ഉണ്ടാവണ്ടേ. നോക്കൂ, 10-20 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് 8 ലക്ഷത്തിൻ്റെ 10 ലക്ഷത്തിൻ്റെ ബൈക്ക് വേണം, 1 ലക്ഷത്തിൻ്റെ ഐഫോൺ വേണം, ഇങ്ങനെ തോന്നുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അത് അവർ വ്യവഹരിക്കുന്ന മേഖലയിൽ അവരുടെ സാമൂഹ്യ പദവി ഉയർത്തുമെന്ന് കരുതാണ്. എന്നോട് ഒരു പയ്യൻ പറഞ്ഞത്, അവന് വരുമാനമൊന്നും കാര്യമായിട്ടില്ല, 15,000 രൂപയുടെ ഒരു ചെറിയ തൊഴിൽ ചെയ്യാൻ, പക്ഷെ അവൻ 1.25 ലക്ഷത്തിൻ്റെ ഫോൺ വാങ്ങിച്ചു. അവൻ എന്നോട് പറഞ്ഞത്, പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഐഫോൺ ഉള്ളവരോടാണ് ഭ്രമം കൂടുതൽ. അപ്പോൾ ഒരു ലൈനൊക്കെ വരാൻ ഇതാണ് നല്ലത്, ഉള്ളതോ ഇല്ലാത്തതോ എന്നറിയില്ല, പക്ഷെ അങ്ങനെ കരുതുന്നു. ഒരു ഷോ ഓഫായി ജീവിതം മാറുന്നു. പക്ഷെ എല്ലായ്പ്പോഴും അത് സാധിക്കില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷൻ വരുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു കാര്യം നോക്കൂ, നമ്മുടെ ഒരു 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 കൾച്ചറലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്താ? അങ്ങേയറ്റം പാശ്ചാത്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ എവിടെ കിടക്കുന്നത്? യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് വ്യക്തികളെ അടർത്തി മാറ്റുകയും വ്യക്തി വീണ്ടും അണുവൽക്കരിക്കപ്പെട്ട വ്യക്തിയായി മാറുകയും ചെയ്യുക എന്നുള്ളത് പടിഞ്ഞാറൻ മുതലാളിത്തത്തിൻ്റെ ഒരു ഐഡിയോളജിയാണ്. അതൊരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്ര ബോധം എല്ലാവരിലും ഏറിയും കുറഞ്ഞും വരിക. പക്ഷേ നമ്മുടെ സാംസ്കാരിക അവസ്ഥ എന്താ? നാം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് എന്തിനാ? വളരെ പൗരസ്ത്യമായിട്ടുള്ള സങ്കല്പങ്ങളാണ്. ഇത് തമ്മിലുള്ള ക്ലാഷ് ഉണ്ട്.
പൗരസ്ത്യമായ കുടുംബ ബന്ധങ്ങൾ, പാശ്ചാത്യമായ ജീവിത സങ്കല്പങ്ങൾ, ഇത് രണ്ടും ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പുതിയ തലമുറയ്ക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് പലതരത്തിൽ പുറത്തേക്ക് വരാനിടയുണ്ട്. പുതിയ തലമുറയുടെ ഒരു പ്രത്യേകത എന്താ? നമ്മളവർ ആകെ മോശമാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതോടുകൂടി തന്നെ ഈ പ്രശ്നം കുഴപ്പത്തിലേക്കാണ് പോവുക കേട്ടോ. അവർ മോശമല്ല, തീർച്ചയായിട്ടും മോശമല്ല. ഇപ്പൊ നോക്കൂ, പുതിയ തലമുറയ്ക്ക് ജാതി, മതം, ജെൻഡർ ഈ വക കാര്യങ്ങളിൽ പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു കൺസേണും ഇല്ലാത്തവരാണ്. അവരതിനെ പരിഗണിക്കുന്നേയില്ല. പക്ഷെ അവരെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളോ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ജെൻസിയുടെ മാതാപിതാക്കൾ ആരായിരിക്കും? ഒരു 70s കിഡ്സ് ആയിരിക്കില്ലേ, അല്ലെങ്കിൽ ഒരു 80s കിഡ്സ് ഒക്കെ ആയിരിക്കില്ലേ? അവരുടെ ടീച്ചർമാർ ആരായിരിക്കും? ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും. അവരുടെ ഒരു സാംസ്കാരിക ബോധം എന്താ? ഈ കുട്ടികളിൽ, ഈ പുതിയ തലമുറയിൽ ഈ പറഞ്ഞ ജാതിയാകട്ടെ, മതമാകട്ടെ, അല്ലെങ്കിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട ആശയങ്ങളാകട്ടെ, അറിഞ്ഞോ അറിയാതെയോ അവരിൽ ഇമ്പോസ് ചെയ്യാണ് ഈ കുട്ടികൾക്കോ. അവരുടെ അത് വിഷയമല്ല. ക്ലാഷ് വരില്ലേ? ക്ലാഷ് വരും. ഈ ക്ലാഷ് മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ, മറ്റൊരിടത്ത് പൊട്ടിത്തെറിക്കും. ഇത് നമ്മൾ കാണേണ്ടതാണ്. ഇങ്ങനെ പലതരത്തിൽ വാസ്തവത്തിൽ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് ഈ തലമുറയെ കൈകാര്യം ചെയ്യാൻ, ഞാൻ കൈകാര്യം നല്ല അർത്ഥത്തിൽ പറയുകയാണ്, ചെയ്യാൻ പറ്റുന്ന പാരന്റിങ്ങിന്റെ പരിശീലനം കിട്ടുന്നുണ്ടോ? ആ പരിശീലനം നമ്മുടെ ടീച്ചർ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നുണ്ടോ? ഇപ്പൊ നോക്കൂ, കോവിഡിനൊക്കെ ശേഷം കുട്ടികളുടെ ഇടയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. ഈ ഡിവൈസുകൾ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാവുന്ന ഒരു പരിശീലനം നമ്മുടെ അധ്യാപക സമൂഹത്തിനില്ല, രക്ഷിതാക്കൾക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടുണ്ടാകുന്ന സംഘർഷങ്ങൾ കുട്ടികൾ പലതരത്തിൽ പ്രകടിപ്പിക്കാനിടയുണ്ട് എന്ന് നാം കാണണം. അപ്പൊ എന്താണ് പരിഹാരം? സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തുക എന്നുള്ളതാണ്. ഞാനും നിങ്ങളും രണ്ട് വ്യക്തികളായി നിന്നതുകൊണ്ട് നമ്മളുണ്ടാവും, നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാനും നിങ്ങളും ചേർന്ന കുടുംബം ഉണ്ടാവില്ല, ഞാനും നിങ്ങളും ചേർന്ന സ്കൂൾ ഉണ്ടാവില്ല, ഞാനും നിങ്ങളും ചേർന്ന സൊസൈറ്റി ഉണ്ടാവില്ല. അതുണ്ടാകണമെങ്കിൽ നമുക്കിടയിൽ സവിശേഷമായ ബന്ധങ്ങൾ ഉണ്ടാകണം, സോഷ്യൽ കോണ്ടാക്റ്റുകൾ ഉണ്ടാവണം. ആ സാമൂഹ്യ ബന്ധങ്ങളെയാണ് ഒരു ഭാഗത്ത് കാഴ്ചയിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ലോകം, ഡിജിറ്റൽ ലോകം പൊതുവിൽ പറഞ്ഞാൽ തകർത്ത് തവിടുപൊടിയാക്കിയത് എന്ന് കാണണം. അതുകൊണ്ട് ഇതാകെ ഉപേക്ഷിക്കുക എന്നാണോ? അല്ല, അതിനെ ശരിയാവണ്ണം ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ എങ്ങനെയാണ് സമൂഹം എന്ന ഒരു കൺസേണിലേക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരെയും എത്തിക്കുക എന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യം. ഇതിൽ മാധ്യമങ്ങളൊക്കെ എടുക്കുന്ന സമീപനമുണ്ടല്ലോ, അറുപിന്തിരിപ്പനും എരിതിയിൽ എണ്ണയൊഴിക്കുന്നതുമാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക്, ഇപ്പൊ ഈ കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ ഇന്നലെ KSUവിന്റെ സമരം ഉണ്ടായി എന്ന് പറഞ്ഞു. ആ കുട്ടികൾക്ക് വളരെ സന്തോഷമായി കാണും. കാരണം അവരുടെ മുദ്രാവാക്യം വിളികൾ ഒക്കെ TV-യിൽ കാണുന്നു. അത് അവരുടെ ബൈറ്റുകൾ വരുന്നു. അത് ചെറിയ ക്ലിപ്പുകളായി അവർക്ക് വാട്സാപ്പിൽ പ്രചരിപ്പിക്കാം. നാളെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊരു മൂലധനമായി വലിയ സമര പോരാളികൾ എന്ന ഈ പരിവേഷം അവർക്ക് കക്ഷി രാഷ്ട്രീയപരമായ ഒരു മൂലധനമായി ഉപയോഗപ്പെടുത്താം. ഇങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താണ്? എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് നാളെ ഒരു കുറ്റവാളിയായി മാത്രമേ നിലനിൽക്കാൻ പറ്റൂ ഈ സമൂഹത്തിൽ എന്നുള്ള മട്ടിലേക്ക് എഴുതിത്തള്ളുന്ന അവസ്ഥയിലേക്ക് അവരെ അവിടെ നിർത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ, അല്ലേ? ഇപ്പോ അടികൊണ്ട കുട്ടി, അടിച്ച കുട്ടി, യഥാർത്ഥത്തിൽ കുട്ടി കുറ്റവാളി എന്ന ഒന്നേയില്ല. അതാണ് ആധുനിക നിയമം പറയുന്നത്. പക്ഷേ നമ്മളങ്ങോട്ട് ചാപ്പ കുത്തിക്കളയും. എന്നിട്ടോ ഈ കുട്ടിക്ക് ഇനി വേറൊരു ഓപ്ഷനും ഇല്ല എന്ന മട്ടിലേക്ക് മാറുകയാണ്. പൊതുബോധത്തെ ആ മട്ടിൽ രൂപപ്പെടുത്തി എടുക്കാനാണ് ദൗർഭാഗ്യത്തിന് മാധ്യമങ്ങൾ വരെ പരിശ്രമിക്കുന്നത്. കാരണം അതിലൊക്കെ കക്ഷി രാഷ്ട്രീയം തരികയാണ്. ചില രാഷ്ട്രീയ നേതാക്കൾ, സംഘടനാ നേതാക്കൾ ഒക്കെ കക്ഷി രാഷ്ട്രീയം തരികയാണ്. വർഗീയവാദികളോ അവർ മതം തരികയാണ്. അതുകൊണ്ട് മയക്കുമരുന്ന് പിടിച്ചാൽ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അത് പിടിച്ചാൽ ആ പിടിച്ചവർ ഏത് പാർട്ടിയിലാണ്, ഏത് സംഘടനയിലാണ്, ഏത് മതത്തിലാണ് എന്ന് തെരഞ്ഞു പോകുന്ന അധമമായ ബോധത്തിലേക്ക് എത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല. ചരിത്രത്തിലെവിടെയും മനുഷ്യൻ സാമൂഹ്യമായി നിലനിന്നിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെ നിന്നാണ് ആ സമൂഹത്തിൽ നിന്ന് വ്യക്തി അടർത്തി മാറ്റപ്പെട്ടത്?
മുതലാളിത്ത ഉൽപാദന രീതിയുടെ വരവോടെയാണ്. മാർക്കറ്റ് ഓറിയന്റഡായ ഒരു ജീവിത വീക്ഷണം, ഒരു ലോകബോധം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്ന് വ്യക്തി ഒറ്റപ്പെട്ട് അടർന്നു മാറ്റപ്പെട്ടു. ആ വ്യക്തി ഇപ്പോൾ ഈ പുതിയ കാലത്ത് എന്തായി മാറി? അണുവൽക്കരിക്കപ്പെട്ട വ്യക്തിയായി മാറി. ആ അണുവൽക്കരിക്കപ്പെട്ട വ്യക്തി ഒരു വെറും ശരീരമാണ് എന്ന തോന്നൽ മാർക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു അണുവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണ്, എനിക്കൊന്നിനോടും ബാധ്യതകളില്ല. ഞാൻ എങ്ങനെയാണ്? ഞാനൊരു ശരീരം മാത്രമാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ മേലുള്ള എൻ്റെ ഒരു ധാരണ എന്താണ്? എൻ്റെ കൺസേൺ എന്താണ്? എൻ്റെ സുഖഭോഗങ്ങൾക്കുള്ള, അത് നിറവേറാനുള്ള കോളനികൾ മാത്രമാണ് നിങ്ങൾ എന്ന ബോധ്യത്തിലേക്ക് എന്നെ എത്തിക്കുന്നത് ഈ സൊസൈറ്റിയാണ് എന്ന് കാണണം. അതുകൊണ്ട് വ്യക്തിപരമായി എനിക്ക് ചികിത്സയൊന്നുമില്ല. എന്നെ എന്തെങ്കിലും ക്രിമിനൽ വാസന എനിക്കുണ്ടെങ്കിൽ ആ ക്രിമിനൽ വാസനകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സമൂഹത്തിന് മാത്രമേ ചികിത്സയുള്ളൂ. നാട്ടുപുറത്ത് പറയാറില്ലേ, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല, അത് താഴെ വെക്കണം. ഈ മട്ടിലുള്ള ആലോചനകളാണ് കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ബുദ്ധിജീവി വിഭാഗവും എല്ലാം ഒറ്റക്കെട്ടായി നടത്തേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കി പോണ്ട ഒരു കാര്യം.